പ്രധാനമന്ത്രിയെ പത്തേമാരി നിർമ്മാണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ഊരു നിർമ്മിതിയുടെ പെരുന്തച്ഛന്മാരിൽ ഒരാളായ ചെറിയിൽ സദാശിവൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും ജലയാത്രകൾ ഉരുവിലൂടെ നടത്തണമെന്ന ആവശ്യം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനോട് നേരിട്ട് അഭ്യർത്ഥിക്കാൻ തലസ്ഥാനത്തെത്തിയതായിരുന്നു സദാശിവൻ. ഇത് കണ്ണൂർ സ്വദേശി ചിറയിൽ സദാശിവൻ. പത്തേമാരികൾ നിർമ്മിക്കുന്ന തച്ചന്മാരിൽ ബഹുകേമൻ. ഗൾഫ് രാജ്യങ്ങളിലടക്കം 10ഓളം പത്തേമാരികൾ നിർമ്മിക്കുന്നതിന് നേതൃത്വമേകിയ തച്ചൻ മുഖ്യമന്ത്രിയുടെ എന്റെ കേരളം പരിപാടിയിൽ വരെ ഒരു മാതൃകകളുമായി പങ്കെടുത്തു. പത്തേമാരികൾ പണിയാൻ ടൂറിസം വകുപ്പ് കണ്ണൂർ കടലോരത്ത് കുറച്ച് ഭൂമി അനുവദിക്കണമെന്ന അപേക്ഷ സദാശിവൻ നൽകിയെങ്കിലും ഒരു പ്രോത്സാഹനവും ഉണ്ടായില്ല. പത്തേമാരികളെ നമ്മുടെ ജലയാത്രയിലെ രാജാക്കന്മാരായി വാഴിക്കണമെന്ന ലക്ഷ്യവുമായി അലയുന്ന സദാശിവന്റെ ആവശ്യം അവസാനം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലുമെത്തി. അങ്ങനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച PM വിശ്വകർമ്മ യോജനയിലെ രണ്ടാമത്തെ ഇനമായി ഉരു നിർമ്മാണം ഇടം പിടിച്ചു. തൊഴിൽ, ഗതാഗതം, മത്സ്യബന്ധനം, ടൂറിസം അടക്കം നിരവധി തൊഴിൽ മേഖലകൾക്ക് പത്തേമാരികൾ കരുത്തേകുമെന്ന് സദാശിവൻ പറയുന്നു. ഒന്ന് നമ്മുടെ തൊഴിൽ, രണ്ട് അത് ഗതാഗതം വെള്ളത്തോട്ട് പോകും, മൂന്ന് എന്ന് പറഞ്ഞാൽ തുറമുഖം, മത്സ്യബന്ധനത്തിന് പറ്റുന്ന ബോട്ടുകൾ നിർമ്മിക്കാൻ പറ്റും, പിന്നെ അത് വ്യവസായമാണ്, പിന്നെ അത് ടൂറിസമാണ്. അപ്പൊ അങ്ങനെ 5-6 മന്ത്രിമാരുടെ ഒരേപോലത്തെ വരുന്ന ഒരു കർമ്മം കൂടിയാണ് നമ്മുടെ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലായ്മയ്ക്ക് വളരെ വലിയൊരു പരിഹാരമാവുകയും ചെയ്യും. ഞാൻ ഭരണതലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒരു നിർമ്മാണത്തിന് ഞാനും പോർട്ടിൽ സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചില നിയമങ്ങൾ കാരണം എനിക്ക് കിട്ടിയിട്ടില്ല. വിഴിഞ്ഞത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിലേക്കും അയൽ നാടുകളിലേക്കും ജലയാത്ര നടത്താൻ പത്തേമാരികൾ ഏർപ്പെടുത്തണം എന്നതാണ് സദാശിവന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിനായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും അദ്ദേഹം നേരിൽ കണ്ടു. നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ സാറെ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വകർമ്മന് വേണ്ടി 13,000 കോടി പ്രഖ്യാപിച്ചത് നമ്മുടെ ഈ ഉരു ആണ്. അപ്പൊ ഈ ഉരു എന്ന് പറയുന്നതിലൂടെ ഒരുപാട് ആൾക്ക് തൊഴിൽ, കേരളത്തിലെ 44 നദികളിലെ ജലഗതാഗതം മരം കൊണ്ട് നിർമ്മിക്കുന്ന ഉരു രൂപത്തിലുള്ള ഹൗസ് ബോട്ടുകൾക്ക് ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടും. അപ്പൊ അത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. പ്രതിഭകളായ നമ്മുടെ തച്ചന്മാർ സദാശിവനെ പോലെ സമർത്ഥരായ പിൻഗാമികൾക്ക് കൈമാറിയ മരത്തിന്റെ അനുഗ്രഹീത നിർമ്മിതിയാണ് പത്തേമാരികൾ. ഇവയെ പത്തരമാറ്റായി തന്നെ നിലനിർത്തിയേ മതിയാകൂ. ജനം, തിരുവനന്തപുരം.